ശരിക്കും വൺ പീസ് വേൾഡിലെ യഥാർത്ഥ റൂളർ ആരാണ്? നമുക്ക് നോക്കാം. ഇതുപോലത്തെ ആനിമൽ റിലേറ്റഡ് ഫാക്ട്സ് അറിയാനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യാം. നിലവിൽ വൺ പീസ് വേൾഡിന്റെ കിങ് ആയിട്ട് അറിയപ്പെടുന്നത് ഇമ്മു ആണ്. പക്ഷേ ഇമ്മു ഇരിക്കുന്ന എംറ്റി ത്രോൺ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിന്റെ കാരണം വൺ പീസ് ചാപ്റ്റർ 164 റോക്ക് ഡി സബക്ക് ഇമ്മുനെ കണ്ട സമയത്ത് ഈ ലോകം മുമ്പ് ഭരിച്ചിരുന്ന രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ റൂളർ മറ്റാരുമല്ല, അത് ഡേവി ഡി ജോൺസ് ആണ്. ആൻഡ് ഈ ഡേവി ഡി ജോൺസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം ത്രില്ലർ പാർക്കിൽ വെച്ച് റോബിൻ പറയുന്നുണ്ട് ഡേവി ഡി ജോൺസ് എന്ന പൈററ്റ് ഒരു ഡെവിലിന്റെ ശാപം മൂലം ഇന്നും കടലിന്റെ അടിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ആൻഡ് ആ ഡെവിൽ ഇമ്മു ആണെന്ന് റീസെന്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. ഇതേ കാര്യത്തെക്കുറിച്ച് ബ്ലാക്ക് ബേർഡും ചെറുതായി ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിനർത്ഥം ഇമ്മുവിനെ കുറിച്ച് ബ്ലാക്ക് ബേർഡിനും എന്തൊക്കെയോ സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്നാണ്. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വൺ പീസിന്റെ ഫൈനൽ ഫൈറ്റ് ലൂഫിയും ഇമ്മുവും തമ്മിലാണെന്നാണ്. എന്നാൽ വൺ പീസ് വേൾഡിന് 3 റൂളേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ആദ്യത്തേത് ഡേവി ഡി ജോൺസ് ആണ്, ദ ഒറിജിനൽ കിങ്. രണ്ടാമത്തേത് ജോയ് ബോയ് ആണ്. കിരീടമില്ലെങ്കിലും ജനങ്ങളെല്ലാം ജോയ് ബോയെ തങ്ങളുടെ നേതാവായിട്ടായിരുന്നു കണ്ടിരുന്നത്. അവസാനത്തെ ആള് ഇമ്മു ആണ്. വെറും ഒരു കൊച്ചു രാജ്യത്തിന്റെ രാജാവായ ഇമ്മു ജോയ് ബോയിനെയും ഡേവി ഡി ജോൺസിനും തന്ത്രപരമായി ഇല്ലാതാക്കിയിട്ടാണ് ലോകത്തിന്റെ അധിപനായി മാറിയത്. പക്ഷെ അതിന് തന്റെ ജീവൻ തന്നെ ഇമ്മുവിന് വിലയായി കൊടുക്കേണ്ടി വന്നു. കാരണം ആ സിംഹാസനം യോഗ്യതയില്ലാത്ത ആൾക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. 800 വർഷമായി ആ സിംഹാസനം ഇമ്മുവിനെ പതിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇമ്മു എൽബാഫിൽ എത്തിയപ്പോൾ ചോര തുപ്പിയത്. എംറ്റി ത്രോണിന്റെ യഥാർത്ഥ അവകാശികളായി കരുതപ്പെടുന്നത് ബ്ലാക്ക് ബേർഡും ലൂഫിയും പിന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയപ്പെടുന്ന ഡേവി ഡി ജോൺസുമാണ്. ഇവരെ ഇല്ലാതാക്കേണ്ടത് ഇമ്മുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിവാജ്യ ഘടകമാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഡേവി ഡി ജോൺസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യുക.